നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മതേതരത്വം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ വിഭജിക്കപ്പെട്ട ഒരു നാടാണ് കേരളം എന്ന് ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത് ഒന്നുകൂടി ഉറപ്പിക്കുന്ന സംഭവമാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം, ലോക പ്രശസ്തമാണ് തൃശ്ശൂർ പൂരവും അതിലെ കുടമാറ്റമൊക്കെ. കഴിഞ്ഞ ദിവസം കുടമാറ്റത്തിൽ രാംലല്ലയും അയോധ്യ ക്ഷേത്രവും അതേപോലെ തന്നെ വില്ലു കുലച്ച് നിൽക്കുന്ന രാമനുമൊക്കെ അവിടെ കുടമാറ്റത്തിൽ ഉയർത്തപ്പെടുകയുണ്ടായി. അത് കണ്ടപ്പോൾ ഇവിടെയുള്ള ചില കമ്മ്യൂണിസ്റ്റുകൾക്കും ചില സുഡാപ്പികൾക്കും ഭയങ്കരമായ രീതിയിൽ കുരുപൊട്ടി. വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. അവരെന്താണ് ഈ മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഹൈന്ദവൻ അവൻ്റെ ആരാധനാലയത്തിൽ അവൻ്റെ വിശ്വാസമനുസരിച്ചുള്ള ശിവനോ കൃഷ്ണനോ അല്ലെങ്കിൽ വിഷ്ണുവോ രാമനോ ആരും ആയിക്കോട്ടെ, അവരുടെ ആരാധനാമൂർത്തികളുടെ ചിത്രം ഉയർത്തുന്നതിന് മറ്റുള്ള അഭിപ്രായം പറയേണ്ട കാര്യം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടപ്പോൾ ചില കമൻറ്റുകൾ സോഷ്യൽ മീഡിയ വന്ന ഇങ്ങനെയാണ്: പള്ളി പൊളിച്ചുണ്ടാക്കിയ അമ്പലം എന്നൊരു കമൻറ്റ്, ചാണകപ്പൂരം, തൃശ്ശൂർ പൂരത്തിൻ്റെ പേര് മാറ്റി അവർ ചാണകപ്പൂരമായി, ചാണകപ്പൂരം വെറുപ്പിച്ചു, പൂരങ്ങളുടെ പൂരം സംഖ്യയുള്ള പൂരം, അതൊരു കൂട്ടർ. ഇനി അടുത്തത്, ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്: ഇതൊക്കെ കണ്ടിട്ട് മുസ്ലിങ്ങൾ സുഡാപ്പികളാകാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഏക പ്രാർത്ഥനയെന്ന്. മനസ്സിലാവുന്നില്ല എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾ സുഡാപ്പികളായാൽ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു അല്ല, എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? മുസ്ലിങ്ങൾ സുഡാപ്പികളായാൽ എന്ത്, ആയില്ലെങ്കിൽ എന്ത്? നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും നോക്കി ഇവിടെയുള്ള ഹൈന്ദവർ ജീവിക്കണം എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിമപ്പെട്ട് അവരുടെ കാലിൽ നക്കി ജീവിക്കാൻ ഇവിടെ ആവശ്യത്തിന് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഉണ്ട്. അവരെ നിങ്ങൾ കൂട്ടുപിടിച്ചോളൂ. വിശ്വാസികളായ ഹൈന്ദവരെ നിങ്ങൾ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കറിയാം അവരുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാൻ. നാളെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ അതിനു മുമ്പ് ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തൊട്ട് തൊഴുത് നേർച്ചയിട്ട് നെറ്റിയിൽ കുറിയും തൊട്ട് കയ്യിൽ ചരടും കെട്ടിയിട്ട് ഹജ്ജിന് പോയാൽ മതിയെ എന്ന് അവർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളുടെ വിശ്വാസമായിട്ട് ഒത്തുപോകുന്നതാണോ അത്? അല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, ഇത് അവരുടെ വിശ്വാസം. അവരവരുടെ അവിടെ രാമനെയോ കൃഷ്ണനെയോ അല്ലെങ്കിൽ ശിവനെയോ അവരുടെ 33 കോടി ദേവതകളിൽ ആരെങ്കിലും വേണമെങ്കിലും ഉയർത്തിയേക്കും. അത് ഉയർത്തണമെന്ന് പറയാനും ഉയർത്തരുതെന്ന് പറയാനും നിങ്ങളാരാണ്? നിങ്ങൾക്കെന്താണ് അവരുടെ വിശ്വാസത്തിൽ ഇടപെടാൻ കാര്യം? തൃശ്ശൂർ പൂരം ഒരു മതേതര പൂരമൊന്നുമല്ല. അങ്ങനെ ഒരുപാട് കാര്യത്തിലൊന്നും അങ്ങനെ മതേതരം ഉണ്ടാക്കേണ്ട കാര്യമില്ല. മതേതരമൊക്കെ ഒരു വൺ സൈഡ് ട്രാഫിക്ക് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. തൃശ്ശൂർ പൂരത്തിൽ കയറി മതേതരത്വം ഉണ്ടാക്കാൻ പോകുന്നവർ ഹജ്ജിന് പോകുമ്പോഴും ആ മതേതരത്വം കാണിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ആ ഡയലോഗ് അടിച്ചുകൊണ്ട് വരരുത്. പിന്നെ എന്തുവാണ് ഈ ഭീഷണിയുടെ സ്വരമൊക്കെ? സുഡാപ്പികൾ ആകാതിരുന്നാൽ മതിയായിരുന്നു. ആയാലെന്ത്? സുഡാപ്പികളായാലും ഇപ്പം കിടപ്പില്ലേ ജയിലിലൊക്കെ? PFIയുടെ കുറേ ആൾക്കാർ കിടപ്പില്ലേ ഇവിടെ ഭരിക്കുന്നത് ആരാണെന്ന് നോക്കുക. ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ അകത്ത് കിടക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ സുഡാപ്പികളാകുകയോ ആവാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒരു ഹൈന്ദവൻ്റെ ഒരു ക്ഷേത്രത്തിൽ അവിടെ രാമൻ്റെ ചിത്രം ഉയർത്താൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കോത്താഴ്ത്ത നിയമമാണ്? ഇത് ശരീഅത്തൊന്നുമല്ല. ഇവിടെ പോയി പണി നോക്കണം. ഇതല്ല മതേതരത്വം, ഇതാണ് മതേതരത്വം എന്ന് പറഞ്ഞ് വരുന്നവനോട് തിരിച്ച് നല്ല മറുപടി കൊടുക്കണം. ഇവിടെയുള്ള ആത്മാഭിമാനമുള്ള ഹിന്ദുക്കൾ, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ഇഷ്ടദേവൻ്റെ ചിത്രം ഉയർത്തിയാൽ നിനക്കൊക്കെ എന്തടാ എന്ന് ചോദിച്ച് ബാക്കി നല്ല ചീത്തയും കൂടെ വിളിക്കണം. ഇവർക്കൊക്കെ എന്താണ് കാര്യം? അതിൽ അഭിപ്രായം പറയാൻ ഒരുത്തിനും ഒരു അവകാശമില്ല. അത് വിശ്വാസികളുടെ അവകാശം മാത്രമാണ്. അവിടെ മതേതരത്വം കാണിക്കേണ്ട കാര്യവുമില്ല. ഇതിനു മുമ്പ് മെസ്സിയുടെയൊക്കെ ചിത്രം ഉയർത്തി ഇവിടെ വലിയ പ്രഹസനം കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൽ മെസ്സിയുടെ ചിത്രം ഉയർത്തേണ്ട കാര്യം എന്താണ്? ആ കാലം കഴിഞ്ഞു. ഇനി അത്ര അഭ്യാസങ്ങൾ നടക്കില്ല. ശിവനോ കൃഷ്ണനോ രാമനോ വിഷ്ണു ഒക്കെ ഉയർത്തപ്പെടും. സൗകര്യമുള്ളവൻ കണ്ടാൽ മതി. ഉത്തരേന്ത്യയിലെ പോലെ അത്ര കടുത്ത രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല ഇവിടുത്തെ ഹൈന്ദവർ. നിങ്ങളെല്ലാവരും കൂടി അവരെ അങ്ങനെ ആക്കരുത്. അങ്ങനെ ആക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത് ഭീഷണി പോലെ ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം സുഡാപ്പികളാകാതിരുന്നാൽ മതി. സുഡാപ്പികളായാൽ എന്ത്? എല്ലാവരും മുടിച്ച് മൂക്കി കയറ്റുമോ? ഒന്നുമില്ലല്ലോ. ഇപ്പോൾ മതേതരം എന്താണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അത് ശരിക്കും അതെന്താണ് എന്ന് ആദ്യം ഉൾക്കൊള്ളേണ്ടത് നിങ്ങളാണ്. അല്ലാതെ ഒരു കൂട്ടരുടെ നെഞ്ചത്തോട്ട് മാത്രം മതേതരത്തിൽ അടിച്ചു കൊടുക്കുകയും അപ്പുറത്ത് നിന്നിട്ട് ഉടായ്പ പരിപാടി കാണിക്കുന്ന അത്തരം അഭ്യാസങ്ങളൊക്കെ മടക്കി ചുരുട്ടി അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി. ആളുകൾക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലായി വരുന്നുണ്ട്. ഹൈന്ദവൻ അവൻ്റെ വിശ്വാസം നോക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇഷ്ടവും ഇഷ്ടക്കേടുമൊക്കെ നോക്കിയിട്ട് വേണം അവർക്ക് ചെയ്യാൻ. ഇത് ഏത് നാടാണിത്? ഏത് നാട്ടിൽ നടക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ? വെറുതെ അല്ല വടക്കേ ഇന്ത്യക്കാരും ചില നേരത്തൊക്കെ കയ്യൂക്കുകൊണ്ട് ഇതുപോലുള്ള ആളുകളെ നേരിടേണ്ടത്. അതിൻ്റെ ആ ഒരു ഗതികേടിലേക്ക് അവർ എത്തപ്പെടുന്നതുകൊണ്ടാണ്. ഇവിടെയും അത്തരം അഭ്യാസത്തിലേക്ക് പോകാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. അത്രയേ ചുരുക്കത്തിൽ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.